ഈ പ്രേമിച്ച പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്ത് ചെയ്യും, പാരൻസിനോട് ഒരു തർക്കത്തിന് തയ്യാറാവും. എന്താ അപ്പോൾ ഇതിന് കുഴപ്പം, അപ്പോൾ അതങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല, അതെനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള സംവാദം. ഈ സംവാദങ്ങൾ ഒരിക്കലും ഒരു കുട്ടിയുടെ മനസ്സ് മാറ്റൂല. അവൾക്കും അവനും ആഗ്രഹം എന്താണ്, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ രക്ഷിതാക്കളുടെ തീരുമാനം എന്താ, ഒരിക്കലും ഇത് ഞങ്ങൾ സമ്മതിക്കൂല. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല, ഇങ്ങനൊരു വിവാഹം പാടില്ല എന്നതിൻ്റെ ന്യായങ്ങൾ ഇവർ പറയും. ഇതേ ഞാൻ വിവാഹം കഴിക്കൂ, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതെ ജീവിച്ചോളാം എന്ന് അവരും പറയും. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രേമങ്ങളെ എന്താണ് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ധിക്കരിച്ചൊരു വിവാഹത്തിലേക്ക് പോകും. അപ്പോൾ ഒരു പ്രേമ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ നമ്മൾ അപമാനിതരാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാവും, ഇവർ വളരെ പരസ്യമായി ഇവരെ വെല്ലുവിളിച്ച് അങ്ങാടിയിലൂടെ ഇറങ്ങി അവരൊരു നിക്കാഹും കർമ്മമൊന്നും ഇല്ലാതെ തന്നെ അവരെന്ത് ചെയ്യും, പരിഭർത്താക്കന്മാരായി ജീവിക്കും. പിന്നെ അത് ചൂണ്ടിക്കാട്ടിയ ആൾക്കാർ പറയും, ഇത് ഇന്നയാളെ മകനാണ്, ഇന്നയാളെ മക്കളാണ് എന്ന് പറയും. അപ്പോൾ ഒരു ശക്തമായ സ്റ്റാൻഡ് എടുക്കണ്ടേ എന്ന് സ്വാഭാവികമായി ചോദിക്കും. നമ്മൾ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതിന് നമ്മൾ എതിരല്ല, പക്ഷേ എങ്കിൽ പോലും ഇത് സംഭവിച്ചു പോയ ഒരു കാര്യത്തിന് മാന്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ബന്ധുക്കളും നാട്ടിലൊക്കെ പാടവരെ ബഹിഷ്കരിച്ചു, അതിന് പാഠം ഉൾക്കൊള്ളുന്നതാണ്. പ്രേമിക്കുന്നവർക്ക് എന്ത് പാടാ, അവർ പ്രേമിച്ചു കഴിഞ്ഞാൽ അവർക്കത് സാക്ഷാത്കരിക്കണം. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് കെട്ടിത്തൂങ്ങി മരിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ്. ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിച്ചാലും ആ സമീപനങ്ങളൊന്നും ഗുണകരമായ ഫലം ചെയ്യൂല. ഒന്നില്ലെങ്കിൽ ഇത് നമ്മൾ ബലം പ്രയോഗിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും, ആകെ മാനസികമായി തളർന്നു പോകും. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഏതർത്ഥത്തിലും ഇവൻ്റെ കൂടെ പോകാൻ ഏതർത്ഥത്തിലും തയ്യാറായി വരും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ വളരെ പക്വമായി ഇതിനെ കൈകാര്യം ചെയ്യുവാൻ രക്ഷിതാക്കൾക്ക് നല്ല പരിശീലനം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യ സ്റ്റെപ്പ് പറയണത്, നമ്മുടെ കുട്ടി ആണായാലും പെണ്ണായാലും അവർക്ക് ക്യാമ്പസിലും സ്കൂളുകളിലും ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ട് പ്രേമം എന്നത് 100% കുട്ടികൾക്കും സാധ്യത ഉള്ളതാണ്. ഏതെങ്കിലും ഒരു കുട്ടി അതിന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അറിവിൻ്റെയും ഒരു കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം മാറി നിൽക്കണം. അപ്പോൾ നമ്മൾ അത്തരം ബോധ്യങ്ങൾ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തത്, ഇങ്ങനത്തെ വല്ല പ്രേമവും കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ അവരുമായിട്ട് തർക്കിച്ചിട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അവരെ ഇത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ട, നമ്മളിപ്പോൾ വാപ്പിയൊക്കെ സംസാരിക്കുമ്പോൾ അത് ഇമോഷണലായി പോകും. അല്ലെങ്കിൽ അവർക്ക് തന്നെ സംസാരിക്കാം, വളരെ നല്ല നിലക്ക് സംസാരിക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ സംസാരിക്കാം. എൻ്റെ മോളും എൻ്റെ മോനും ഇങ്ങനെ ചെയ്തല്ലോ എന്ന ഒരു മാനസികമായ വികാരത്തോടു കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആത്മസംയമനത്തോടെ അവരെ ഉപദേശിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കുടുംബത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ ഇസ്ലാമികമായി ഉപദേശിക്കാൻ പറ്റുന്ന ആളുകളോട് എന്ത് ചെയ്യുക, സംസാരിപ്പിക്കാം. അപ്പോൾ സംസാരിച്ചിട്ട് അവർ സ്വയം പറയണത്, ഞങ്ങൾക്കിത് താല്പര്യമില്ല, ഇതിങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ മാറി നിന്നോളാം എന്ന് അവർ സ്വയം പറയാം. എല്ലാം പരിഹരിച്ചു. ഇനി അതൊന്നും പറയണില്ല, അവർ വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാൻഡൊക്കെ എടുക്കുക, നടത്തി കൊടുക്കില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു അപകടത്തിലേക്കും ഒരു അപമാനത്തിലേക്കും സമുദായത്തിന് തന്നെ ഒരു വെല്ലുവിളിയായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം, അത് പിന്നെ ഇസ്ലാമികമായി വിവാഹത്തിൻ്റെ നിബന്ധനകൾ പാലിച്ച് ചെയ്യുമ്പോൾ ഇസ്ലാമിക വിവാഹമാകും. അവർ നേരത്തെ പ്രേമിച്ചു എന്നുള്ളത് കൊണ്ട് വിവാഹത്തിൻ്റെ നിബന്ധനകൾ പാലിക്കുമ്പോൾ അത് വിവാഹമല്ലാതാകുന്നില്ല. വിവാഹത്തിന് എന്ത് വേണം, വലിയ വേണം. വാപ്പ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയാൻ തയ്യാറാണ്, 2 സാക്ഷി മഹറും ഉണ്ടെങ്കിൽ എന്ത് വിവാഹം. ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ നിബന്ധനകൾ എന്താണ്, അതൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം സാധുവാകും. അപ്പോൾ അത് വളരെ എന്ത് ചെയ്യുക, വലിയ ആഘോഷമൊന്നുമായിട്ട് നടത്താൻ അവർക്ക് കഴിയില്ലല്ലോ, അവർക്ക് ഇഷ്ടം. അപ്പോൾ അവരത് നടത്തി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പിന്നെ വരുന്നതൊക്കെ അവരനുഭവിക്കും. ഇതിപ്പോൾ നാട്ടുകാരും എല്ലാവരും പാടെ കൂടി ഇവരെ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്യാണ്, അതൊന്നും വേറെ ആരും പ്രേമിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രേമിച്ചവർക്കൊരു തൗബ ഉണ്ടാവുകയെന്ന് ചെയ്യുമെന്നൊക്കെ വിശ്വസിക്കുന്നത് വെറുതെയാണ്. നമ്മൾ വളരെ പക്വമായി ആണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.